മറ്റു വാർത്തകളിലേക്ക്. ICU പീഡന കേസ് അട്ടിമറിക്കാൻ ഉന്നതതല നീക്കമെന്ന് അതിജീവിത. കമ്മീഷണർക്കെതിരെ പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. നീതി ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി പുറത്തു പറയുന്നു. എന്നാൽ തനിക്ക് നീതി നിഷേധിക്കാനുള്ള നീക്കങ്ങൾ സജീവമാകുന്നുവെന്നും അതിജീവിത പ്രതികരിച്ചു. ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇന്നെങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇപ്പം കണ്ടില്ല, ഇങ്ങനെ എല്ലാ യാത്രക്കാരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച വസ്തുവാക്കി നിർത്തിയത് പോലീസുകാരാണ്. അപ്പോൾ ഇതിൽ വലിയ അവരുടെ ആരെങ്കിലും ആണെങ്കിൽ എന്തൊരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. ആ ഒരു റിപ്പോർട്ട് തരാത്തതിന്റെ പേരിൽ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ ഇടപാടുണ്ട്. ഞാൻ ഇതുവരെ നിയമത്തിന്റെ വഴിക്കാണ് പോയത്. ഒരു രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിച്ചിട്ടില്ല. ഞാൻ കമ്മീഷണർക്കെതിരെ ഒരുപാട് പരാതി കൊടുത്താണ്. അത് മുകളിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് അതൊക്കെ നീക്കിയതാണ് അവര് തന്നെ. അപ്പോൾ ഇതിൽ ഞാൻ ഇനി അങ്ങോട്ട് നടപടി എടുക്കാനാ ADGPക്കും DGPക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തു. ഇതിന് മുകളിൽ ആർക്കാ ഞാൻ പരാതി കൊടുക്കാനുള്ളത്? കമ്മീഷണർ ആവാം, അല്ലെങ്കിൽ കമ്മീഷണറുടെ മുകളിൽ നിന്നുള്ള ആരെങ്കിലും ആവാം. എന്തായാലും ഇത് കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, ICU പീഡന കേസ് അട്ടിമറിക്കാൻ ഉന്നതതല നീക്കമെന്നാണ് അതിജീവിത ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കമ്മീഷണർക്കെതിരെ പലതവണ പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? വൃന്ദ, അത് പ്രധാനമായും അതിജീവിത പറയാനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇന്ന് രാവിലെ 10:45 11 മണിയോടുകൂടി അവർ കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് ഈ ICU പീഡന കേസ് അതിജീവിത എത്തുന്നു. അവർ പ്രധാനമായും ഇന്ന് ഓഫീസിലെത്തുന്നത് 2023 ജൂലൈയിൽ അവർ വിവരാവകാശ കമ്മീഷണർക്ക് ഒരു അപ്പീൽ നൽകുന്നുണ്ട്. അതിനു മുന്നേ കമ്മീഷണർക്ക് ഉൾപ്പെടെ ഒരു ആവശ്യം ഉന്നയിച്ചുള്ള ഒരു പരാതി അവർ നൽകുന്നുണ്ട്. അതായത് ഇവരുടെ പരാതിയിന്മേൽ ഡോക്ടർ KV പ്രീതിക്കെതിരെ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്ക് ലഭ്യമാക്കണമെന്നാണ് അവർ അന്ന് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നത്. ആ ഒരു ആവശ്യത്തിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആ തുടർ നടപടിയുടെ ഇപ്പോഴത്തെ തൽസ്ഥിതി എന്താണ്, അക്കാര്യം അന്വേഷിക്കാൻ വേണ്ടിയാണ് അവർ ഇന്ന് കമ്മീഷൻ ഓഫീസിലേക്ക് സാമൂഹ്യ പ്രവർത്തകനായ നൌഷാദ് തെക്കയിൽ അടക്കമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഈ അതിജീവിത എത്തുന്നത്. എന്നാൽ അതിജീവിത എത്തിയപ്പോൾ അതിജീവിതയെ അകത്തേക്ക് കയറ്റാനാവില്ല എന്നൊരു വാശി പോലീസ് കാണിക്കുന്നു. പോലീസ് അവരെ അവിടെ തടയുന്നു. ആ തടഞ്ഞതിന് പിന്നാലെ അതിജീവിത നമ്മളടക്കമുള്ള മാധ്യമങ്ങളെ കാണുന്നു. ആ മാധ്യമങ്ങളെ കണ്ട് തന്നെ പോലീസ് പൊതുജന മധ്യത്തിൽ കാഴ്ച വസ്തുവാക്കി നിർത്തി അപമാനിച്ചു എന്ന കാര്യം അവർ തുറന്നു പറയുന്നു. ഒപ്പം തന്നെ തന്റെ ഈ കേസ് അട്ടിമറിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്, ഉന്നതതല നീക്കമുണ്ട്, കമ്മീഷണറും അതിന്റെ മുകളിലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരാകാം അതിന് പിന്നിൽ. കമ്മീഷണർക്കെതിരെ താൻ പലതവണ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് അവർ ആരോപിക്കുന്നു. കാരണം കേസ് അന്വേഷണത്തിലെ വീഴ്ച സംബന്ധിച്ച പരാതിയാണ് താൻ ചൂണ്ടിക്കാട്ടിയത്. അതിൽ ഇരയായ തനിക്ക് ഒരു നീതിയും ലഭിച്ചില്ല എന്ന് അവർ ആരോപിക്കുന്നു. അതിന് പിന്നാലെ ഇവർ മാധ്യമങ്ങളോട് പരാതി പറഞ്ഞു, ഇത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചു എന്നത് കണ്ടതിന് പിന്നാലെ പോലീസ് ഈ കമ്മീഷൻ ഓഫീസിലേക്ക് ഇവരെ കടത്തിവിടുന്നുണ്ട്. ആ കടത്തിവിട്ടതിന് ശേഷം കമ്മീഷണറുമായി ഇവർ കൂടിക്കാഴ്ച നടത്തുന്നു. ഈ കൂടിക്കാഴ്ചയിൽ കമ്മീഷണർ പറയുന്നുണ്ട്, ഈ വിവരാവകാശ കമ്മീഷന്റെ അപ്പീൽ നൽകിയ അതിന്റെ മറുപടി ലഭിക്കാത്തത് തന്റെ പക്കൽ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി അന്വേഷിക്കുക എന്നൊരു മറുപടി കമ്മീഷണർ ഇവർക്ക് നൽകുന്നു. അതിനുശേഷം അതിജീവിത വീണ്ടും മാധ്യമങ്ങളെ കാണുമ്പോൾ അവർ പറയുന്നുണ്ട്, പോലീസ് തന്നെ നിർത്തി അപമാനിക്കുകയായിരുന്നു എന്ന ആരോപണം അവർ വീണ്ടും ഉന്നയിക്കുന്നു. ഒപ്പം രാഷ്ട്രീയ സമ്മർദ്ദം എന്ന ആരോപണം ഉന്നയിക്കുന്നു. ആരോഗ്യമന്ത്രിയുടെ വാക്കുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ തനിക്ക് തെല്ലും വിശ്വാസമില്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, തനിക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് 2 ദിവസത്തിനകം ലഭിച്ചില്ലെങ്കിൽ ഇതിനെ ഒരു ഘട്ടത്തിൽ ഈ പോലീസ് തന്നെ ഇങ്ങനെ നിർത്തി അപമാനിച്ചതിന് നിയമപരമായി തന്നെ നേരിടും. ഒപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്തതിനെതിരായിട്ടുള്ള ഒരു സമരരംഗത്തേക്ക് താൻ ഇറങ്ങും. കമ്മീഷൻ ഓഫീസ് പരിസരത്ത് ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിച്ചില്ലെങ്കിൽ താൻ പ്രതിഷേധിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി അധികൃതർക്ക് ഈ അതിജീവിത നൽകുന്നുണ്ട്. അതിനുശേഷമാണ് അവരിപ്പോൾ മടങ്ങിയിരിക്കുന്നത്. വൃന്ദ, ICU പീഡന കേസ് അട്ടിമറിക്കാൻ ഉന്നതതല നീക്കമെന്നാണ് അതിജീവിത ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. കമ്മീഷണർക്കെതിരെ പലതവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. അതേസമയം ആരോഗ്യമന്ത്രിയും ഇതേപോലെ തന്നെയാണ് പ്രതികരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് KMR.